ദാവൂദ് നബി അലൈഹി സ്വലാമിനോട് ചോദിച്ചു, അല്ലാഹു, ഓ ദാവൂദ്, നീ എന്നെ അറിഞ്ഞോ? എന്നെ നീ മനസ്സിലാക്കിയോ? നിന്നെ നീ മനസ്സിലാക്കിയോ? 2 ചോദ്യം ചോദിച്ചു. എന്നെ നീ മനസ്സിലാക്കിയോ? നിന്നെ നീ മനസ്സിലാക്കിയോ? ഒരുപാട് നേരത്തെ മൗനത്തിന് ശേഷം ദാവൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞു, റബ്ബേ, നീ ശക്തനാണ്, നീ രക്ഷിതാവാണ്, നീയാണ് എൻ്റെ റബ്ബ്, എന്നെപ്പോലെ സ്നേഹിക്കുന്നവൻ വേറെ ആരുമില്ല എന്നുള്ള അറിവ് എനിക്കുണ്ട്. ഞാൻ ദുർബലനാണ്, എനിക്ക് ശക്തിയില്ല, എൻ്റെ ശക്തി നിന്നിൽ നിന്നാണ്. ഇതാണ് ഞാൻ എന്നെക്കുറിച്ച് മനസ്സിലാക്കിയത്. അപ്പോൾ അല്ലാഹു പറഞ്ഞു, നീ പറഞ്ഞതാണ് സത്യം, അതാണ് ശരിയായ അറിവ്. അല്ലേ? നമ്മൾ അള്ളാഹിനെ കുറിച്ച് അങ്ങനെ മനസ്സിലാക്കിക്കുക. നമ്മൾ നമ്മളെക്കുറിച്ചാണ് ആരോട് പറയുമ്പോൾ, ഞാൻ ആരാണെന്ന് നിനക്കറിയില്ലേ, നമ്മളെക്കുറിച്ച് വലുതാക്കിയാണ്. ഞാൻ എന്നൊരു ഭാവത്തിൽ ജീവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ശക്തനായ അള്ളാഹുവിനെ നീ മറക്കും. കാരണം നീയാണ് ശക്തൻ. അപ്പൊ നീ ഉറങ്ങും. നിന്റെ സിക്കറിൽ ഇഖ്ലാസ് ഉണ്ടാവില്ല, നീ ചെയ്യുന്ന കർമ്മങ്ങളിൽ ഇഖ്ലാസ് ഉണ്ടാവില്ല. സുജൂദ് പോലും അഹങ്കാരത്തോടെ ആയിരിക്കും ചെയ്യുക. അതാ നമ്മളവസ്ഥ. അള്ളാഹു എത്ര പരിശുദ്ധനാണ്. അള്ളാഹു എത്രമാത്രം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കിയാൽ പിന്നെ നമുക്ക് നമ്മുടെ ഹൃദയം അവനിൽ നിന്ന് ഒരിക്കലും അകലുന്നൊരു നിമിഷം ഉണ്ടാവില്ല. ഒരു മഹാനോട് ഒരാൾ ചോദിച്ചു, നിങ്ങൾ അള്ളാഹുവിനെ ഓർക്കാറുണ്ടോ? അവർ പറഞ്ഞു, ഇല്ല, ഞാൻ ഓർക്കാറില്ല. ചോദിച്ച ആള് അത്ഭുതപ്പെട്ടു, നിങ്ങളെപ്പോലത്തെ ഒരാൾ എന്തേ അള്ളാഹിനെ ഓർക്കാത്തത്? അപ്പോൾ പറഞ്ഞു, എപ്പെങ്കിലും മറന്നൊരു നിമിഷം ഉണ്ടെങ്കിലല്ലേ ഓർക്കുക. ദൂരെയുള്ള ഒരാളല്ലേ നമ്മൾ ഓർക്കുള്ളൂ, അടുത്തുള്ള ആളെ ഓർക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ അവൻ്റെ സാമീപ്യം എല്ലാ സെക്കൻഡും അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതാണ് യഥാർത്ഥ സ്നേഹം. നമുക്ക് ശരിക്കും ആ റബ്ബിനോടുള്ള സ്നേഹമില്ല. അള്ളാഹുവിനോടുള്ള ആ ഒരു ബന്ധം നമ്മൾ നിലനിർത്തണം.